ഏറ്റുമാനൂരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അക്രമിയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെട്ടിട്ട് ഏകദേശം 1 മാസം പിന്നിടുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കോട്ടയത്തെ പോലീസ് സേനയെ തന്നെ ഞെട്ടിക്കുന്ന ആ വിവരം പുറത്തുവരുന്നത്. കോട്ടയം SH മൗണ്ടിൽ പ്രതിയെ പിടികൂടുന്നതിനിടയിൽ ഈ ഒരു പ്രതി പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ഉടൻ തന്നെ ഈ ഒരു പ്രതിയെ പോലീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം മള്ളുശ്ശേരിയിൽ തനിച്ചു താമസിക്കുന്ന വീട്ടമ്മയെ കെട്ടിയിട്ട് മാലയും അതുപോലെ തന്നെ പണവും അപഹരിച്ച കേസിലെ പ്രതിയാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയത്. ഈ ഒരു പ്രതി ഒളിവിൽ താമസിക്കുകയായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞ് ഈ ഒരു പ്രതിയെ പിടികൂടുന്നതിനിടയിലാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിന് കുത്തേക്കുന്നത്. ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമല്ലായിരുന്നു. എന്തായാലും ഇന്ന് ഈ മള്ളുശ്ശേരിയിൽ മോഷണം നടത്തിയ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ തെളിവെടുപ്പിനായി ഈ പ്രതിയെ കൊണ്ടുവന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പൊൻകുന്നം സ്വദേശി അരുൺ ബാബുവിനെ ഇന്ന് കവർച്ച നടത്തിയ വീട്ടിൽ ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തി. ഈ മാസം 5-നാണ് പ്രതി അരുൺ ബാബുവിനെ മള്ളുശ്ശേരിയിലെ വീട്ടമ്മ തനിച്ചു താമസിക്കുന്ന വീട്ടിൽ കവർച്ച നടത്തിയത്. ഇതിനുശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. പൊൻകുന്നം പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയും അടിപിടിയുമടക്കം 10ഓളം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. ഇതേ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ഇയാൾക്കെതിരെ Perfect shot. Look, he's my brother. He's a VFX director. Oh, nice. പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു. ജോലികൾ തയ്യാറാകുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ അരീന ആനിമേഷൻ. റിക്രൂട്ടേഴ്സ് ചോയ്സ്, ഇൻഡസ്ട്രിയുടെ വോയിസ്. കാപ്പ നിയമം ലംഘിച്ചതിന് ഇയാളെ കരുതൽ തടങ്കലിലും പാർപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് പ്രതി മള്ളുശ്ശേരിയിലെ തറവാട്ടു വീട്ടിൽ എത്തിയത്. ഇവിടെ ബന്ധുക്കളുടെ അപ്രീതിക്ക് പാത്രമായ പ്രതി സമീപത്തെ റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിയിലെ വിടവുകളിലാണ് കിടന്നുറങ്ങിയിരുന്നത്. കൃത്യമായി ജോലിയില്ലാതായതോടെ ഇയാൾ കേസ് നടത്തുന്നതിനടക്കം പണം കണ്ടെത്തുന്നതിനായി മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. മള്ളുശ്ശേരിയിലെ പരിസരത്തെ 3 വീടുകളാണ് ഇയാൾ മോഷണത്തിനായി തിരഞ്ഞെടുത്തിരുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത പ്രതി റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് അടിയിലാണ് കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്തൽ പോലീസിനും ദുഷ്കരമായിരുന്നു. ഇന്നലെ SH മൗണ്ട് ഭാഗത്ത് വെച്ച് പ്രതിയെ കണ്ടതോടെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് സംഘം ഇയാളെ കിടന്നുപിടിച്ചു. പോലീസാണെന്ന് പറഞ്ഞതിന് പിന്നാലെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സുനു ഗോപിയെ പ്രതി കുത്തുകയായിരുന്നു. പ്രതിയെ കവർച്ച നടന്ന വീട്ടിൽ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.